നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2026 3 കളികൾ കളിച്ചിട്ടും ഒറ്റ കളി പോലും വിജയിക്കാതെ നിൽക്കുകയാണ് അൽ നസർ. സൗദി പ്രോ ലീഗിൽ ഒരു 2 ആഴ്ച മുമ്പ് 1ാം സ്ഥാനത്ത് വിരാജിച്ച ടീമിനാണ് ഇപ്പോൾ ഈ ഗതികേട്. 2025 അവസാന മത്സരം അതാണ് അവരുടെ വിന്നിംഗ് സ്ട്രീക്ക് അവസാനിപ്പിച്ചത്. ആ കളിയിൽ അവർ ഇത്തിഫാക്കിനോട് 2-2 സമനിലയിൽ കുരുങ്ങി. 2025 ഡിസംബർ 30 ആ കളി. അവിടെ അന്ന് 2 പോയിൻറ്റുകൾ ഡ്രോപ്പ് ചെയ്തു. തൊട്ടടുത്ത കളി ജനുവരി 2 അൽ അഹ്ലി സൗദിയോട് 3-2 പരാജയപ്പെട്ടു. അടുത്ത കളി ജനുവരി 8 അൽ ഖാദിസിയക്കെതിരെ 1-2 പരാജയപ്പെട്ടു. അടുത്ത കളി ഇന്നലെ രാത്രി അൽ ഹിലാലിനെതിരെ ചിരവൈരികൾക്കെതിരെ 3-1 പരാജയപ്പെട്ടു. പറയാൻ ഇവിടെ ചില ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. അയാൾ റെഡ് കാർഡ് വാങ്ങിയതുകൊണ്ടാണ്, ഇയാൾ അവസരം മിസ് ചെയ്തുകൊണ്ടാണ് എന്നൊക്കെ പറയാനുണ്ടാവും. പക്ഷെ ഫലത്തിൽ എന്താ സംഭവിച്ചത്? ഇത്തവണ പ്രോ ലീഗിൽ കിരീടം ചൂടുമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന അൽ നസറിൻ്റെ ആരാധകർക്ക് ഇപ്പോൾ വലിയ നിരാശയാണ്. CR7 സൗദി പ്രോ ലീഗിലേക്ക് എത്തുന്നത് 2023 ജനുവരിയിലാണല്ലോ. അന്നു മുതൽ ക്രിസ്ത്യാനോയുടെ ആരാധകരും കാത്തിരിക്കുകയാണ് പ്രോ ലീഗിൽ CR7 കിരീടം ചൂടുന്നത് കാണാൻ. ലോകത്തേതു മണ്ണും ക്രിസ്ത്യാനൊക്കെ ഒരുപോലെയാണെന്ന് പറയാറില്ലേ? പ്രീമിയർ ലീഗിൽ പോയപ്പോൾ അവിടെ കിരീടം ചൂടിയതല്ലേ? ലാ ലീഗിൽ പോയപ്പോൾ അവിടെ കിരീടം ചൂടിയതല്ലേ? സിരിയയിൽ പോയപ്പോൾ അവിടെയും കിരീടം ചൂടിയതല്ലേ? പിന്നെന്താണ് ഇവിടെ ഏഷ്യൻ മണ്ണിൽ വന്നിട്ട് പ്രോ ലീഗിൽ കിരീടം ചൂടാൻ പറ്റാത്തത്? ആ ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി വലിയ മാർജിനിൽ ടീമുകൾ തമ്മിലുള്ള വ്യത്യാസം എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സൗദി പ്രോ ലീഗിൻ്റെ പോയിൻ്റ് പട്ടിക 14 കളി 38 പോയിൻറ്റോടെ അൽ ഹിലാൽ 1ാമതും 14 കളി 31 പോയിൻറ്റോടെ അൽ നസർ 2ാമതുമായിട്ടുണ്ട്. ഈ 2ാം സ്ഥാനം തന്നെ ഉറപ്പില്ല. കാരണം അൽ തവൂണിന് 13 കളി 31 പോയിൻ്റാണ്. അൽ തവൂൺ അവരുടെ അടുത്ത കളി സമനില പിടിച്ചാൽ പോലും അൽ നസറിനെ മറികടക്കും. അൽ അഹ്ലി സൗദിക്ക് 13 കളി 28 പോയിൻ്റാണ്. അപ്പോൾ അവർക്കും ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത അവിടെ തുറന്നിടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഇത്തവണയും ഇല്ലേ ആ കിരീടം എന്നുള്ള ചോദ്യം ഉയരുന്നത്. ഇമ്മീഡിയറ്റ്ലി ചില മാറ്റങ്ങൾ ടീമിൽ വരുത്തിയേ പറ്റൂ. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തെന്ത് മാറ്റങ്ങൾക്ക് അവർ കടക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ ഉള്ള ആശ്വാസം എന്താണെന്നറിയോ? പ്രോ ലീഗിൽ ഗോളടിയുടെ കാര്യത്തിൽ CR7 1ാമത് 15 ഗോളുകൾ, ജാവോ ഫെലിക്സ് 2ാമത് 13 ഗോളുകൾ, 3ാമതുള്ള അൽ ഖലീജിൻ്റെ ജോഷുവ കിങ്ങിന് 12 ഗോളുകളേ ഉള്ളൂ. സോ പതിവ് പോലെ കിരീടമില്ലാതെ ഇത്തവണയും ഗോൾഡൻ ബൂട്ട് കൊണ്ട് ക്രിസ്ത്യാനോയുടെ ആ കിരീട സ്വപ്നം പൊലിഞ്ഞു പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രോ ലീഗിലാണ് ഇത്തവണ ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കുന്നത് എന്ന് പലവട്ടം പറഞ്ഞതാണ് കോച്ച് ഹോർഗെ ഹീസസ്. AFC ചാമ്പ്യൻസ് ലീഗ് 2 അത് ACL 2 സെക്കൻഡ് ടയർ ടൂർണമെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് ഒരിക്കൽ പോലും അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുമില്ല. ഏതായാലും കാര്യങ്ങളാകെ പാളിക്കിടപ്പാണ് അൽ നസറിന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.